ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സ്വന്തം സാധിക്കാന്റെ ബർത്ത്ഡേക്ക് പോയൊരു വീഡിയോ ആണ് കണ്ടത്. ഇത് നമ്മൾ ആഘോഷിക്കുന്ന കാപ്പാട് സ്നേഹതീരത്ത് വെച്ചാണ് കേട്ടോ. അപ്പൊ ഈ സമ്മാനങ്ങളൊന്നും സാധിക്കാക്ക് കൊടുത്തല്ല കേട്ടോ, സാധിക്ക നമുക്ക് തരാൻ വേണ്ടി വെച്ചാണ്. അത് കഴിഞ്ഞ് അവിടെയുള്ള ഒരു ഇപ്പൊ പാട്ടാടി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷമായിട്ടാ. എനിക്ക് ഈ വീഡിയോയിൽ എടുത്തു പറയാനുള്ളത് ഒരു കാര്യമായിട്ടാ. എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആങ്കർ ആവുന്നത്. അതിന് എനിക്ക് അവസരം തന്നത് നമ്മളെ സ്വന്തം സാധിക്കും. അതിനുവേണ്ടി സാധിക്കാനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. സ്പെഷ്യൽ താങ്ക്സ് ഫോർ യു. അത് കഴിഞ്ഞൊരു ചെറിയ പ്രാർത്ഥനയോട് കൂടിയായിട്ട് ഈ പരിപാടി തുടങ്ങിയത്. ഇവിടെയാണ് മക്കളെ ഗിഫ്റ്റിന്റെ തുടക്കം കുറിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു പെണ്ണ് തന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടായിരുന്നു കേട്ടോ. അത് നമ്മളെ സാധിക്കാന്റെ പേര് വെച്ച് അങ്ങനെ നമ്മുടെ കേക്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മള് കേക്കാണ് കട്ട് ചെയ്ത്. ക്യാമറകൾ കണ്ടു പേടിക്കണ്ട, അത് പിന്നെ സ്വാഭാവികമാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ എല്ലാവർക്കും ഓരോരോ പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരാ മുഖത്ത് വന്ന സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനിയാണ് നടക്കപ്രതി യുദ്ധം സമ്മാനം കൊണ്ടേ. ഇതിനു മുമ്പ് എത്രയോ ബർത്ത്ഡേകളിൽ പോയിന്നെങ്കിലും എന്റെ ഒരു കാര്യം പറയാല, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ ഇങ്ങോട്ട് വാങ്ങണം. അതായത് നമ്മള് ബർത്ത്ഡേ ആരതാണോ അങ്ങോട്ടല്ലേ നമ്മള് സമ്മാനം കൊടുക്കുക. ഇങ്ങോട്ട് കിട്ടിയത് ഫസ്റ്റ് ടൈം. അതിനും താങ്ക്സ് പറയേണ്ട നമ്മള് സാധിക്കാനോട് തന്നെയാണ്. സമ്മാനങ്ങളോട് അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു, അങ്ങോട്ട് കൊടുക്കും. അപ്പൊ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ്സ് ആരൊക്കെയാന്ന് വെച്ചാല് നമ്മളെ മനാഫിക്കും പിള്ളേരും അനിക്കേട്ടാ. പോരാത്തിന് വേറെ കുറെ വിശിഷ്ട അതിഥികളും ഉണ്ടായിരുന്നു കേട്ടാ. എല്ലാവർക്കും ഒരുപോലെ സമ്മാനം ഉണ്ടായിരുന്നു. പോരാത്തിന് സാധിക്കാന്റെ കൂടെ LKG തൊട്ട് കോളേജ് വരെ പഠിച്ച ഫ്രണ്ട്സ് ആളും ഉണ്ടായിരുന്നു. എന്താ അല്ലേ. പിന്നെ നമ്മള് സെലിബ്രിറ്റി കപ്പിൾസും ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഒരു സമ്മാനം കിട്ടിയിരിക്കണ്. ഉമ്മാക്ക് ഇങ്ങോട്ട് പൊലിവായിട്ടുണ്ട് അളിയാ. ഫോട്ടോ ഒക്കെ ഉണ്ടായിമേ ഇമ്മാന്റതേ. പിന്നെ പൊലിവില്ലാതെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. പക്ഷെ ഫോണിൽ ചാർജ് ഇല്ലാത്തോണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കാപ്പാട് ബീച്ചിലേക്കാട്ടാ. അവിടെ ഒരു പരിപാടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് നല്ല പെടക്കണ മീനിനെ കണ്ടിട്ട് ഈ കറുപ്പ് ഉപ്പായിട്ട് ചങ്ങായി നമ്മളെ വന്നിട്ട് ഇങ്ങോട്ട് ഞാൻ പിടിച്ചതാണ് പറഞ്ഞ അമ്മ പിടിച്ചിക്കുക. ഇപ്പൊ നമ്മളെവിടെയാണ്? നമ്മള് നല്ല കടൽ തീരത്ത് ഇങ്ങനെ ഞങ്ങള് ഈ ഇതൊന്ന് പൊട്ടിച്ചാണ്. ഈ സ്ഥലം ഏതാ? ഇത് കാപ്പാട്. ആണോ? താങ്ക് യു. ആണോ? നിങ്ങള് ഷബീബ് മോനെ. എവിടെയാണ്? കൊക്കല്ലൂര്. ആ ശരി. നിങ്ങളൊക്കെ ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടോ? താങ്ക് യു. എന്താ അങ്ങനെ പോകുന്നു. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ അങ്ങോട്ട് കമ്പനി ആയിട്ട് അപ്പൊ അവനോട് ചൂണ്ട എങ്ങനെ ഇടാന്നൊന്ന് ചോദിച്ചതാണ്. ഓൻ പറഞ്ഞത് നിങ്ങളൊന്ന് കേക്കി. പിന്നെ നമുക്ക് ചൂണ്ടയുടെ ഉപയോഗിക്കണ കാണിച്ചു തന്നീനു. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.